എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ 14 ജില്ലകളിൽ മലപ്പുറം ജില്ലയാണ് ഏറ്റവും നല്ല വർഗീയതയില്ലാത്ത ജില്ല. സമാധാനവും എല്ലാ തമ്മിൽ അങ്ങോട്ട് സ്നേഹമൊക്കെ ഉള്ള ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല. ഇപ്പം ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ ചാൻ ചോദിക്കുന്നത് എൻ്റെ അടുത്ത് ആരാ ഇരിക്കുന്നത് ചോദിക്കും. ഞാൻ പറയും കൃഷ്ണനോ അല്ലെങ്കിൽ എൻ്റെ രാമനോ എന്ന് പറയും. ഇപ്പോഴത്തെ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിനോട് ചോദിച്ചാൽ പറയും എൻ്റെ അടുത്തൊരു മുസ്ലിം കുട്ടി. അപ്പം 1ാം ക്ലാസ് തൊട്ട് വർഗീയത വളർന്നു വരിക. ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റുകാരെ പറ്റി എനിക്ക് വലിയ അഭിപ്രായം ഇല്ല. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എന്നില്ല. പാലോളിപ്പം ജീവിച്ചിട്ടുണ്ട്, പുള്ളി ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റാണ്. എൻ്റെ അഭിപ്രായം ഞാൻ ഇഷ്ടപ്പെട്ടിരുന്ന EMS നമ്പൂതിരിപ്പാട്, TV തോമസ്, AK ഗോപാലൻ, ഇവിടെ കുഞ്ഞാലി, ഇവരൊക്കെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റാണ്. പുതിയ തലമുറ ഈ അമിതമായ മതചിന്ത പാടില്ല. എല്ലാവരും മനുഷ്യരാണെന്നുള്ള ചിന്തയാണ് വേണ്ടി. സൗഹാർദ്ദം സത്യം പറയുകയാണെങ്കിൽ 2 ജാതിയുള്ള ആണും പെണ്ണും, ബാക്കിയൊക്കെ നമ്മളുണ്ടാക്കിയ ജാതികൾ. എനിക്ക് കഴക്കത്തിലെ ഇപ്പോൾ ഒരു പുതിയ സുഹൃത്തുള്ള ഞാൻ പോയി മിക്കവാറും വർത്തമാനത്തിന് പോയി ഇരിക്കുന്ന സ്ഥലം മറ്റേ നമ്മളെ കൊണ്ടെന്നറി അവിടെ എൻ്റെ വലിയ സുഹൃത്താണ്. ഞങ്ങൾ വരുമ്പോൾ 2 കടയേ ഉള്ളൂ കിഴക്കത്തിലെ. ഒരു മുസ്ലിയാരുടെ ഒരു ഹോട്ടൽ, പിന്നെ പുണ്യനായരുടെ ഒരു പലചരക്കട. അന്ന് ഈ ജാതി പറച്ചിലൊന്നും ഇല്ലല്ലോ, എല്ലാവരും മനുഷ്യരാണ്. ആ സൗഹാർദ്ദം ഇന്നും നിലനിൽക്കണമെന്ന് എൻ്റെ ആഗ്രഹം. എൻ്റെ ശരീരം മരിച്ചു കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജിൽ എഴുതി കൊടുത്തിരിക്കുക, എൻ്റെ മക്കളെ കൊണ്ട് ഒപ്പിടിയിച്ച് അവർ പഠിക്കട്ടെ. അവർ പഠിക്കാന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരി മനുഷ്യരെ സഹായിക്കാനൊന്നും സാധിച്ചിട്ടില്ല. എൻ്റെ ശവം കൊണ്ടെങ്കിലും എൻ്റെ ശരീരം കൊണ്ടെങ്കിലും പിള്ളേരെ പഠിക്കട്ടെ.